ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പൗലോസ്ലിഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയും: നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതെ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഏത് മേഖലയിലും വീഴാൻ സാധ്യത ആർക്കും ഉണ്ട്. എത്ര വലിയ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, സമൂഹത്തിൽ എത്ര ഉന്നതമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിലും, ത്യാഗങ്ങൾ അനുഷ്ഠിച്ചും ഉപവാസം അനുഷ്ഠിച്ചും പരിഹാര പ്രവർത്തികൾ ചെയ്തും ആത്മീയ ജീവിതത്തെ എത്ര ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വീഴാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ടെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എപ്പോൾ വേണേലും വീഴാം, എപ്പോൾ വേണേലും തകരാം. മൺപാത്രത്തിലെ നിധി എന്ന പോലെ നമ്മുടെയൊക്കെ മനസ്സ് എപ്പോൾ വേണേലും തകരാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക് വീഴാൻ സാധ്യതകളും സാഹചര്യങ്ങളും നമുക്കുണ്ട്. വീഴാതെ നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ കൃപ കൂടുതൽ നമുക്ക് ആവശ്യമാണ്. നിൽക്കുന്നു എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം, അധികം വൈകാതെ ഒരു വീഴ്ചയ്ക്കുള്ള സാധ്യത മുൻപിലുണ്ട്. നമുക്ക് എളിമപ്പെട്ടും വീണ്ടും വീണ്ടും കർത്താവിൽ ശരണം വെച്ചും തന്നെ മുന്നോട്ട് പോകാനേ സാധ്യമാകത്തുള്ളൂ. കർത്താവെ സഹായിക്കണേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും മനസ്സുകളിലുണ്ടാകട്ടെ. ഒരു കാരണവശാലും വീണു പോകാതെ മാരക പാപങ്ങളിലേക്ക്, ലഘുപാപങ്ങളിലേക്ക് ഒന്നും വീഴാതെ എന്നെ കാത്തു സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഈ ദിവസങ്ങളിൽ, ഈ നാളുകളിൽ വിശുദ്ധ ചാവറ പിതാവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞുനാളിൽ മാമോദിസ സ്വീകരിച്ചപ്പോൾ അന്ന് കിട്ടിയിട്ടുള്ള പ്രസാദവരം ഈ സമയം വരെ അല്പം പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. ചാവറ പിതാവ് എന്ത് ധൈര്യമായിട്ടാണ് പറയണത്! അത്രയും കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് മരിക്കാൻ നേരത്ത് പറയാണ്, ഒരു കൃപ പോലും ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന്. നമുക്ക് പറയാൻ പറ്റുമോ? എന്തോ ഒരു കൃപ കിട്ടിയിട്ടുണ്ട്. മാമോദിസ സ്വീകരിച്ച സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം പോലെ കൃപകൾ കിട്ടിയിട്ടുണ്ട്. സ്നേഹിക്കാൻ, സഹിക്കാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, അധ്വാനിക്കാൻ, സഹകരിക്കാൻ, ശുശ്രൂഷ ചെയ്യാൻ എന്തോ ഒരു കൃപകൾ കിട്ടിയിട്ടുണ്ട്. ഒരു കൃപയും നഷ്ടപ്പെടുത്തിയിട്ടില്ല. കൃപയിൽ വളർന്നിട്ടേ ഉള്ളൂ. അങ്ങനെ പറയാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് ചാവർ പിതാവിനോട് ഒപ്പം നല്ല ദൈവത്തിന് നന്ദി പറയാം, 1000 നന്ദി പറയാം. അല്ല, കൃപകൾ ചോർന്നു പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആഴത്തിൽ കർത്താവിനോട് തന്നെ പറയാം: കർത്താവേ, എന്നെ കൃപയിൽ വീണ്ടും നിർത്തണേ, എന്നെ കൃപയിൽ വീണ്ടും വളർത്തണേ, എന്നെ കൃപയിൽ വീണ്ടും പൊതിഞ്ഞു പിടിക്കണേ എന്ന് സ്നേഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ അനുഭവം നമുക്കറിയാം. ദാവീദ് ഇടയ ബാലനായിരുന്നു. ആടുകളെ മേയ്ക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. അവൻ്റെ ജോലി അതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ ആ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചു. അതിൽ മാത്രം വലിയ വിദഗ്ധനെ പോലെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സാവൂൾ രാജാവിന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ സാമുവേൽ പ്രവാചകൻ കടന്നു വരിക. അന്വേഷിക്കുകയാണ്, എവിടെ ദാവീദ് എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെസ്സയുടെ ഭവനത്തിൽ വന്നു, എല്ലാവരെയും വിളിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഒടുവിലാണ് ദാവീദിനെ കണ്ടുകിട്ടുക. ദാവീദിനെ കണ്ടപ്പോൾ സാമുവേൽ പ്രവാചകൻ പറയാണ്, ഇവനാണ് നമ്മുടെ അവകാശി, ഇവനാണ് അഭിഷേകം സ്വീകരിക്കാൻ യോഗ്യത നേടിയിട്ടുള്ളവൻ. അങ്ങനെ ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ദാവീദിന് ഒരു പ്രാക്ടീസ് ഇല്ല, ഒരു എന്താ പറയുക, വലിയ വിജ്ഞാനമില്ല. എല്ലാ രീതിയിലും ആ ബാല്യത്തിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ട് നമ്മുടെ ദാവീദിന്. ഈ ദാവീദ് കർത്താവ് ഏൽപ്പിച്ച നിയോഗം അതിൻ്റെ ഭംഗിയിൽ തന്നെ, ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എന്തേറെ സഹിക്കേണ്ടി വന്നു ദാവീദിന്. ഒന്ന് ഓർത്തു നോക്ക്, എത്രയധികം വിഡ്ഢിവേഷങ്ങൾ കെട്ടേണ്ടി വന്നു, എത്രയധികം ഒളിച്ചോട്ടങ്ങൾ നടത്തേണ്ടി വന്നു, എത്രയധികം പിന്മാറലുകൾ, പിന്തിരിയലുകൾ ജീവിതത്തിൽ സംഭവിക്കേണ്ടി വന്നു. പല കാരണങ്ങൾ കൊണ്ടാണ്. സാവൂളിന് ദാവീദിനോട് അസൂയ തോന്നിയിട്ട് കൊല്ലാൻ തന്നെയും ശ്രമിച്ചത്, അതിൻ്റെ പുറകിലുണ്ടായ പ്രശ്നങ്ങൾ, അതിനെ തുടർന്ന് സഹിച്ച വേദനകൾ, എത്രയധികം ദാവീദ് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അപ്പോഴൊക്കെ ദാവീദിൻ്റെ മനസ്സിൽ വ്യക്തമായൊരു ധാരണയുണ്ടായിരുന്നു, ദൈവമാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഈ വഴികളിലൂടെയൊക്കെ ഞാൻ പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയും എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ, വിട്ടുകൊടുക്കുകയാണ് ദാവീദ്. ഇങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം എപ്പോഴും നിറവേറ്റിയിരുന്നു ദാവീദ്. വാഗ്ദാന പേടകമൊക്കെ വഹിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എങ്ങനെയും ഈ വാഗ്ദാന പേടകം ഇവിടെ എത്തിക്കണമെന്നുള്ള വാശിയോടെ വാഗ്ദാന പേടകത്തിന് മുമ്പിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് നൃത്തം ചവിട്ടുന്നതൊക്കെ നമുക്ക് കാണാം. അത്രയും ദൈവത്തോട് വിശ്വസ്തത പാലിച്ചിരുന്ന മനുഷ്യനാണ് ദാവീദ്. എപ്പോഴും മനസ്സിലൊരു ചിന്തയുണ്ടായിരുന്നു,
ഞാൻ ഇടയബാലനായിരുന്നു. അവിടെ നിന്നാണ് കർത്താവ് എന്നെ ഇത്രയും ഉയർത്തിയത്. വന്ന വഴികളൊന്നും ദാവീദ് മറന്നിട്ടില്ല. അതുവരെയും സ്വീകരിച്ച അനുഗ്രഹങ്ങളൊന്നും ദാവീദ് മറന്നിട്ടില്ല. എപ്പോഴും ദൈവത്തിൻ്റെ മുൻപിൽ വിശ്വസ്തനായിരിക്കാനാവുന്ന അത്രയും പരിശ്രമിച്ചൊരു ജീവിതമായിരുന്നു ദാവീദിൻ്റേത്. തിരഞ്ഞെടുക്കപ്പെട്ട വിളി സ്വീകരിച്ച ദാവീദ് എപ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തന്നെയും പരിശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദാവീദിൻ്റെ ജീവിതത്തിൽ വളരെ എന്താ പറയുക, വേദനിപ്പിക്കുന്ന രീതിയിൽ, ദാരുണമായ രീതിയിൽ ഒരു വീഴ്ച സംഭവിക്കുകയാണ്. അതുവരെയും പ്ലാൻ ചെയ്ത കാര്യമൊന്നുമല്ല, അതുവരെയും ഇപ്പം പാപം ചെയ്യാൻ പോകണം അങ്ങനെ ചിന്തിച്ചതൊന്നുമല്ല. ഒരു ദിവസത്തിൽ ഇങ്ങനെ പാപത്തിലേക്ക് വീഴുന്നൊരു സാഹചര്യം. ഒരു സ്ത്രീ കുളിക്കുന്ന കാണുന്നു, പിന്നീട് അങ്ങോട്ട് അതിനെ തുടർന്നുണ്ടായ സംഭവ പരമ്പരകൾ നമുക്കറിയാം. ദാവീദ് ഉറിയായെ വധിക്കുന്നതും ബത്ശേബായിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതും പിന്നീട് അങ്ങോട്ടുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ഈ കുഞ്ഞ് പിന്നീട് മരിക്കുകയാണ്. ബത്ശേബായിലുണ്ടായ കുഞ്ഞ് മരിക്കുമ്പോൾ ദാവീദ് ഒരു കൊച്ചു കുട്ടിയെ പോലെ പൊട്ടിക്കരയുന്നുണ്ട്. ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ എത്രയോ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ദൈവമേ, അങ്ങയുടെ കാരുണ്യതിരേകത്തിന് അനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. 51-ാം സങ്കീർത്തനം ഒരാളും മറക്കുകയില്ല. കണ്ണുനീരോടുകൂടെ എഴുതി വെച്ചിട്ടുള്ള പ്രാർത്ഥനകളാണ്. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ദാവീദ് ദൈവത്തിൻ്റെ മുൻപിൽ വീണ് കടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ. പരിശുദ്ധാത്മാവിനെ വീണ്ടും എന്നിൽ നിന്നും എടുത്ത് കളയരുതേ. രക്ഷയുടെ സന്തോഷം വീണ്ടും തരണമേ. എന്നെ വീണ്ടും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. കുഞ്ഞുനാൾ മുതൽ അമ്മയുടെ ഉദരത്തിൽ വെച്ചേ ഞാൻ പാപിയാണ് സമ്മതിക്കുകയാണ്. താൻ പാപിയാണ് എന്ന് സമ്മതിക്കുന്ന, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ദാവീദിൻ്റെ ഒരു വലിയ മനോഭാവം, ഒരു വലിയ പ്രാർത്ഥനാ അനുഭവം, അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ വന്ന വലിയൊരു സംഭവം നമ്മൾ കാണുകയാണ്. ദാവീദ് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒടുവിലിതാ കർത്താവിൻ്റെ വാഗ്ദാനം, ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. നാഥാൻ പ്രവാചകനിലൂടെ കർത്താവ് ദാവീദിന് ഉറപ്പ് കൊടുക്കുകയാണ്. ശിക്ഷിക്കില്ലാന്ന്, തെരഞ്ഞെടുത്താൽ വീണ്ടും മുന്നോട്ട് നയിക്കുമെന്ന് കർത്താവ് ഉറപ്പ് കൊടുക്കുകയാണ്. വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടായെങ്കിലും വീണ്ടും ദാവീദിനെ കർത്താവ് ഉയർത്തി നിർത്താൻ ആഗ്രഹിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ അനുഭവം, കരുണയുടെ അനുഭവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. പിന്നീട് അങ്ങോട്ട് ദാവീദിൻ്റെ വംശത്തിൽ ക്രിസ്തു ജനിക്കുന്നതും രക്ഷാകര ദൗത്യം പൂർത്തീകരിക്കാൻ ദാവീദിൻ്റെ വംശത്തെ തിരഞ്ഞെടുക്കുന്നതൊക്കെ കർത്താവിൻ്റെ കാരുണ്യമാണ് നമ്മൾ മനസ്സിലാക്കുക. കർത്താവിൻ്റെ സ്നേഹമാണ് നമുക്കവിടെ തിരിച്ചറിയാൻ കഴിയുക. ദാവീദ് എന്നും ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് എന്നും മനസ്സിൽ കൊണ്ടു നടന്ന വ്യക്തിയായിരുന്നു. ഇത്രയധികം ദൈവം എന്നെ സ്നേഹിച്ചല്ലോ എന്ന വലിയ സന്തോഷത്തിൻ്റെ അനുഭവം മനസ്സിൽ എന്നും സൂക്ഷിച്ചിരുന്നവനായിരുന്നു ദാവീദ്. എന്നിട്ടും ദാവീദ് വീണുപോയി. എന്നിട്ടും ദാവീദ് പരാജയപ്പെട്ടു പോയി. ഒരു ബലഹീനതയുടെ നിമിഷത്തിൽ ദാവീദും ഇതാ തറ പറ്റുകയാണ്, പാപത്തിലേക്ക് വീഴുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര വിശുദ്ധിക്ക് പരിശ്രമിച്ചാലും, എത്ര കൃപയിൽ വളരാൻ ആഗ്രഹിച്ചാലും, ചില സാഹചര്യങ്ങളിൽ, ചില നിമിഷങ്ങളിൽ, ചില സ്വകാര്യ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. നിൽക്കുന്നു എന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ വീഴാനുള്ള സാധ്യത ഏറെയാണെന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഏറെയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദര, സഹോദരി, നീ വീണു പോയി എങ്കിൽ, എപ്പോഴെങ്കിലും വീണു പോയെങ്കിൽ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ദാവീദിൻ്റെ ജീവിതം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും എഴുന്നേറ്റ് കണ്ണു നിറഞ്ഞിട്ട് കർത്താവെ തെറ്റിപ്പോയി അനുതപിച്ച് ഒന്നേറ്റു പറയാൻ ഒരു നല്ല അവസരം കർത്താവ് ഒരുക്കി തരികയാണ്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും നശിക്കും. അങ്ങനെയാണ് ഈശോ പറഞ്ഞു വെച്ചത്. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും നശിക്കും. പശ്ചാത്താപം, തെറ്റ് ചെയ്തു പോയതിനെ ഓർത്ത് ഒരു വേദന, ഇനി തെറ്റ് ചെയ്യില്ല എന്ന് ഒരു തീരുമാനം. കുമ്പസാരത്തിൻ്റെയൊക്കെ ജപം ചൊല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, ദൈവമേ എന്നോട് പൊറുക്കണേ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. മനസ്താപപ്രകരണം ചൊല്ലുമ്പോൾ നമ്മൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്, ഇനിയൊരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും സന്നദ്ധയാണ്. ഇനി പാപം ചെയ്യില്ല എന്ന് ഉറപ്പ്. പക്ഷേ ആഗ്രഹം അങ്ങനെയാണ്, തീരുമാനം അങ്ങനെയാണ്. ചില സാഹചര്യങ്ങളിൽ വീണു പോകുന്നുവെങ്കിൽ, വീണ്ടും വീഴ്ചകൾ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകളെ ഓർത്ത് കർത്താവെ തെറ്റിപ്പോയി എന്ന് പറയാൻ, തെറ്റിപ്പോയി എന്നൊന്ന് സംബന്ധിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാൾ മുമ്പ് ഒരു യുവാവ് ധ്യാനിക്കാൻ വേണ്ടി വന്നു. ഇവൻ എന്നോട് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, സിസ്റ്ററെ, ജോലിയൊക്കെ നഷ്ടപ്പെട്ടു പോയി,
കുറേ പഠിക്കാൻ നോക്കി, പേപ്പേഴ്സ് ക്ലിയർ ആയിട്ടില്ല ഇതുവരെയും. ഒരു 6-7 പേപ്പർ ഇനിയും കിട്ടാനുണ്ട്. ജോലി ശരിയാകുന്നില്ല, എനിക്കൊരു വരുമാന മാർഗവുമില്ല. മനസ്സ് മുഴുവൻ സങ്കടമാണ്, മനസ്സിൽ മുഴുവൻ നിരാശയാണ്. പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. ഇവിടെ പറയണതൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഒരു 2 മിനിറ്റ് പോലും എനിക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലിങ്ങനെ അസ്വസ്ഥതകൾ കൂടുകയാണ്. ഞാൻ ചോദിച്ചു, മോനെ എന്താ പ്രശ്നം, എന്തേ നീ ഇങ്ങനെ ആയത്, നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇവൻ പറഞ്ഞു, സിസ്റ്ററെ അത് എന്തേന്ന് എനിക്കും അറിയത്തില്ല. ഇവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ചോദിച്ചു, എടാ എന്താ ഈ പൈസ കുറേ അധികം ഒരു 2-3 ലക്ഷം രൂപയുടെ കാര്യമൊക്കെ എന്താണെന്ന് കർത്താവ് ചോദിക്കുന്നു. ഇവൻ ഉടനെ പറഞ്ഞു, സിസ്റ്ററെ അത് ഇങ്ങനെ ആയിരിക്കാനാണ് സാധ്യത, കഞ്ചാവ് അടിച്ചിട്ട് അത്രയും പൈസ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എടാ 2-3 ലക്ഷം രൂപയ്ക്ക് കഞ്ചാവ് അടിച്ചിട്ടുണ്ടാവോ? അതൊക്കെ ഉണ്ടാവും സിസ്റ്ററെ, ആരിപ്പോൾ നോക്കുന്നു പൈസ, ലക്ഷങ്ങൾ എനിക്കിപ്പോൾ കടമുണ്ട്. എങ്ങനെയാണ് കടമായത്? അത് ഈ കഞ്ചാവൊക്കെ അടിച്ചിട്ട് തന്നെ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് എൻ്റെ മോനെ പരീക്ഷ എഴുതാൻ പറ്റുക? അതറിയായിരുന്നു സിസ്റ്ററെ, അതുകൊണ്ടാണ് പരീക്ഷ എഴുതാൻ പറ്റാതെ പോയത്, അതുകൊണ്ടാണ് ജോലി നഷ്ടപ്പെട്ടു പോയത്. ഇപ്പം എങ്ങനെയുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിൽ നിന്ന് ചാടി കയറാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട്. 1-ാം തരം വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരു മകനാണ്. എന്നും പള്ളിയിൽ വരാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ ഇപ്പോഴൊക്കെ തൊട്ട് ഒരു ഉറപ്പാണ്. എങ്കിലും കുഞ്ഞുനാൾ മുതൽ ഒരുപാട് പ്രാർത്ഥനയിൽ വളർന്നിട്ടുള്ളൊരു മോനാണ്. പാപത്തിൻ്റെ വഴിയിലേക്ക് വീണുപോയി ജീവിതം മുഴുവനും തകർന്ന്. ഞാൻ ചോദിച്ചു, മോനെ നിൻ്റെ വീട്ടിൽ നിന്നെക്കുറിച്ച് എങ്ങനെയാണ്? അവർക്കെന്നും കണ്ണീരാ സിസ്റ്ററെ, ഞാൻ ഒരു മോനേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ അവർക്ക് എന്നും കണ്ണീര്. എന്നെ കണ്ടിട്ട് എന്നെക്കുറിച്ച് ഒരു സന്തോഷത്തിൻ്റെ വകുപ്പ് അവർക്കില്ല, അവർക്ക് എന്നും സങ്കടമാണ് എന്നെ കാണുമ്പോൾ. അവരൊരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാനിവിടെ ധ്യാനത്തിന് വന്നത്. ഞാൻ ചോദിച്ചു, മോനെ നിനക്കത് പറ്റുമോ ഉപേക്ഷിക്കാൻ? ഈശോ സഹായിക്കും നിന്നെ, നീ അത് വിടാൻ ഉപേക്ഷിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ വിട്ടേക്കാം സിസ്റ്ററെ, ഉപേക്ഷിക്കാൻ ആഗ്രഹമുണ്ട്. നിൻ്റെ കയ്യിൽ ഇപ്പിയുണ്ടോ കഞ്ചാവ്? ഇല്ല സിസ്റ്ററെ, 2-3 ആഴ്ചയായി ഉപയോഗിച്ചിട്ട്. അത് ഞാൻ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്യായിരുന്നു, പറ്റുമോ എന്ന് നോക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് ഈശോ സഹായിക്കും, നിന്നെ ഈശോ സഹായിക്കും. നീ ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുക. എല്ലാ സമയവും കണ്ണു നിറഞ്ഞിട്ട്, കർത്താവേ എന്നോട് കരുണ കാണിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ, അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നന്നായിട്ടൊന്ന് കുമ്പസാരിക്കുക. അങ്ങനെ ഇവനെ പറഞ്ഞൊക്കെ ഒരിക്കൊക്കെ വിട്ടു. ഞാൻ ഓർക്കുന്നു, മനോഹരമായിട്ട് സമയം എടുത്തിട്ട് തന്നെ ഇവൻ കുമ്പസാരിച്ചു, പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞു. ധ്യാനം കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, സിസ്റ്ററെ ഒരു ട്രീറ്റ്മെൻറ്റും വേണ്ട കേട്ടോ, മുഴുവൻ ദുശീലവും ഇവിടെ വെച്ചിട്ടാണ് ഞാൻ പോണത്, ഇനി ഒരു കഞ്ചാവും എനിക്ക് വേണ്ട, ഞാൻ അതിനുള്ള വഴികൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ എന്നെ തന്നെ എൻഗേജ്ഡ് ആക്കും, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഞാൻ അതിൽ ഉത്സാഹമുള്ളവനായിക്കൊള്ളാം, എൻ്റെ മനസ്സ് എപ്പോഴും ഞാൻ എൻഗേജ്ഡ് ആക്കി വെച്ചുകൊള്ളാം, വെറുതെ ഇരിക്കുമ്പോഴാണ് എനിക്കിതൊക്കെ ചെയ്യണമെന്നുള്ള ചിന്ത വരിക, പണിയെടുത്തുകൊള്ളാം, ഞാൻ അധ്വാനിച്ചു കൊള്ളാം, ഞാൻ എൻ്റെ കഴിവുകൾ മുഴുവനും ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കാം, പള്ളിയിൽ പോകാം. അങ്ങനെ ഇവൻ തന്നെ പല തീരുമാനങ്ങളും പറഞ്ഞ് നല്ലൊരു ഉറപ്പുള്ള മനസ്സോടെ തിരികെ പോയത് ഞാൻ എന്നും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ ജീവിതങ്ങളിൽ ഇതുപോലത്തെ ലഹരി വസ്തുക്കളായിരിക്കണമെന്നില്ല, മദ്യത്തിൻ്റെ ആസക്തി ആയിരിക്കണമെന്നില്ല, മറ്റേത് രീതിയിലും പാപത്തിലേക്കുള്ള ചായ്വ്, ഒരു തക്ക അവസരം കിട്ടിയാൽ പാപം ചെയ്യാൻ താല്പര്യമുള്ളവരല്ലേ നമ്മൾ. ഒരവസരം കിട്ടിയാൽ, ചില ആൾക്കാർ പാപം ചെയ്യാത്തതിൻ്റെ കാരണം അവസരം കിട്ടാത്തതുകൊണ്ടാണ്. ഒരു നല്ല അവസരം കിട്ടിയാൽ ആരും അറിയാതെ പാപം ചെയ്യാനൊരു സാധ്യത, അതിലേക്കുള്ളൊരു ചായ്വ് എന്നിലും നിങ്ങളിലും ഒക്കെയുണ്ട്. ഈ ചായ്വുകളെ, താല്പര്യങ്ങളെ നശിപ്പിച്ച് ഈ ചായ്വുകളുടെ, തിന്മയിലേക്കുള്ള ചായ്വുകളുടെ മേൽ അതിജീവിച്ച് ദൈവത്തിൻ്റെ ശക്തി സ്വന്തമാക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അതിനുള്ള ശക്തി നല്ല ദൈവം നമുക്ക് എപ്പോഴും തരും, അതിനുള്ള ശക്തി ദൈവം എപ്പോഴും തരും. പശ്ചാത്തപിക്കുന്ന ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഏതൊരു ജീവിതത്തിലും ഈ പ്രലോഭനങ്ങളെയൊക്കെ അതിജീവിക്കാനുള്ള വലിയ കരുത്ത് കർത്താവ് പ്രദാനം ചെയ്യാൻ കർത്താവ് തരും ആ വലിയ കൃപ. ഞാൻ ഓർക്കുന്നു, മറ്റൊരു സഹോദരൻ ധ്യാനിക്കാൻ വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, സിസ്റ്ററെ ഞങ്ങൾക്ക് മുൻപേ ഞങ്ങളുടെ കമ്പനിയുടെ നേതാവ് ഇവിടെ ധ്യാനിക്കാൻ വന്നായിരുന്നു. അദ്ദേഹം എന്നും മദ്യം കഴിക്കുന്നൊരു മകനായിരുന്നു. അവസരങ്ങളൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിരുന്നത് മദ്യം കഴിച്ചിട്ടാണ്. എന്ത് ഫംഗ്ഷൻ വെച്ചാലും മദ്യം വിളമ്പും, വീട്ടിൽ കല്യാണം നടന്നാലും മാമോദിസ വെച്ചാലും വീട് താമസമാണെങ്കിലും എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും മദ്യം വിളമ്പുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു. ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അദ്ദേഹം തൊട്ടിട്ടേയില്ല. തന്നെയല്ല, കൂടെ ജോലി ചെയ്യുന്ന ഞങ്ങളെ എല്ലാവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഞങ്ങളെ ഓരോരുത്തരെ ധ്യാനത്തിന് പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം വീട്ടിൽ കൊച്ചിൻ്റെ മാമോദിസ വന്നപ്പോൾ മദ്യം തൊട്ടിട്ടേയില്ല, മദ്യം കഴിക്കുന്നവരെ പ്രോത്സാഹിപ്പിച്ചതേയില്ല, അങ്ങനെ ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോലും. എന്നിട്ട് ഞങ്ങളോടും പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളുടെ വീടുകളിലും മദ്യം വേണ്ടാന്ന്, നിർബന്ധം പറഞ്ഞിരിക്കുകയാണ്. ആ കമ്പനിയിൽ ജോലി ചെയ്യണമെങ്കിൽ മദ്യം ഇനി വേണ്ട എന്ന തീരുമാനം ഒരുമിച്ചെടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. ഞങ്ങൾക്കും ഒരിച്ചിരി ശക്തി കിട്ടട്ടെ എന്നൊക്കെ ഓർത്തിട്ടാണ് ധ്യാനിക്കാൻ വന്നത്. നന്ദിയോടെ ഈശോയ്ക്ക് സ്തുതി പറയുകയായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, എത്രയോ ജീവിതങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്
തെറ്റിൻ്റെ വഴികളിൽ പോകാതെ, മനഃപൂർവ്വം അതിലേക്ക് വീണ് കിടക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇനി മേലിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനോഭാവങ്ങളിലോ ചിന്തകളിലോ ഓർമ്മകളിലോ ബുദ്ധിയിലോ എൻ്റെ ക്രിസ്തുവിനെ ഞാൻ വേദനിപ്പിക്കില്ല എന്ന് തീരുമാനിച്ച് ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ മാത്രം നടക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീര് നിന്നിലേക്ക് തന്നെ കൃപകളാക്കി കർത്താവ് മാറ്റും. നിൻ്റെ അനുതാപത്തിൻ്റെ കണ്ണുനീര് നിന്നിലേക്ക് തന്നെ സ്വർഗീയ കൃപകൾ വളർന്ന് വർദ്ധിക്കാൻ കാരണമാക്കി മാറ്റും. ഇന്നത്തെ വലിയൊരു ദുരന്തം എന്ന് പറയുക പാപത്തെക്കുറിച്ച് സങ്കടമില്ലാതിരിക്കുന്നതാണ്. പാപബോധം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. അനുതപിക്കാത്തൊരു മനസ്സാണ് ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ അടിമ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയൊരു ദുരന്തം അത് തന്നെയാണ്. പാപബോധമില്ല എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്താലും അതൊക്കെ എല്ലാവരും ചെയ്യണതല്ലേ, അതിനിപ്പോൾ എന്നെ എത്ര വലിയ കാര്യം ഇരിക്കണത്, ഇതെല്ലാവരും ചെയ്യണ കാര്യം, ഇതിപ്പോൾ എത്ര പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്, എന്തോ ഒരു പറഞ്ഞു എന്നിട്ടൊന്നും മാറിയില്ല, അത് അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനോഭാവം കർത്താവിന് പോലും സങ്കടം ഉണ്ടാക്കും. കർത്താവിന് പോലും വലിയ വേദന ഉളവാക്കുന്നൊരു കാര്യമാണ് പാപങ്ങൾ ചെയ്തിട്ട് അനുതപിക്കാതിരിക്കണ അവസ്ഥ. പാപമാണ് എന്ന് ഏറ്റുപറയാൻ ഒരിഷ്ടമില്ലാത്ത അവസ്ഥ, പാപത്തിലേക്ക് എൻ്റെ മനസ്സിനെ എപ്പോഴും തള്ളിയിടുന്ന ഒരവസ്ഥ. പാപത്തിൻ്റെ വഴികൾ മനഃപൂർവ്വം വളർത്താനും അല്ലെങ്കിൽ അതേ കൂടെ തന്നെ സഞ്ചരിക്കാനും ശ്രമിക്കുമ്പോൾ നീ സ്വർഗത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കുകയാണെന്ന് കർത്താവ് നിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വർഗത്തിൻ്റെ വഴികളിലേക്ക് നീ പോകാൻ നീ അനുവദിക്കുന്നില്ല നിന്നെ തന്നെ, നീ മാറി നടക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ പ്രാവശ്യവും കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കുമ്പോൾ പാപങ്ങൾ ഏറ്റുപറയാൻ ഒരു നല്ല അവസരം കർത്താവ് നമുക്ക് തരുമ്പോൾ ചെയ്തു പോയ പാപങ്ങൾ ഒന്നൊന്നായി നീ ഏറ്റു പറയുന്നുവെങ്കിൽ നീ ദൈവരാജ്യത്തിൻ്റെ അവകാശിയാവുകയാണ്. നീ വീണ്ടും കൃപയിലേക്ക് കടന്നു വരികയാണ്. അടുക്കൽ കുമ്പസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം കുമ്പസാരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. സാധാരണ ജനം, വൈദികരും സിസ്റ്റേഴ്സ് മാത്രമല്ല ഞാൻ പറയുക, സാധാരണ ജനം ആഴ്ചയിൽ 2-3 പ്രാവശ്യം കുമ്പസാരിക്കുന്നവർ, ദിവസവും കുമ്പസാരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നവർ അത്രയും വേഗം ആത്മാവിൽ ഒരു കറ പോലുമില്ലാതെ വിശുദ്ധീകരിക്കുകയാണ്. ആത്മാവിനെ പരിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സ്വർഗത്തിൻ്റെ കൃപകൾ ലഭിക്കാതിരിക്കുമോ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിൻ്റെ ഒരു അഭിഷേകം നമുക്ക് കിട്ടാതിരിക്കുമോ? അങ്ങനെയെങ്കിൽ സ്വർഗത്തിൻ്റെ ഒരു കയ്യൊപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുമോ? തരും കർത്താവ് സ്വർഗത്തിൻ്റെ ഒരു കയ്യൊപ്പ്. ഒരു ചെറിയ പാപം പോലും നമ്മുടെ ജീവിതത്തിൽ വേണ്ട. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 8-9 വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നമുക്ക് പാപം ഇല്ല എന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാവും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. എല്ലാ അനീതികളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കും. നന്നായിട്ട് കുമ്പസാരിക്കുന്ന സമയം തന്നെയും വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കണ്ടിട്ടുണ്ട്. കണ്ണ് നിറഞ്ഞിട്ട് തെറ്റിപ്പോയി കേട്ടോ കർത്താവേ, തെറ്റിപ്പോയി എന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഏറ്റുപറയുന്ന സമയം തന്നെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. മെർലിൻ ക്രോദേഴ്സ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ തടവറയിൽ നിന്ന് പുകഴ്ചയിലേക്ക് ആ ഗ്രന്ഥത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഏറ്റവും വലിയ അത്ഭുതം ഒരു പാപി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനെ സ്വന്തം ദൈവമായി രക്ഷകനായി സ്വീകരിക്കുന്നതാണ്. ദൈവരാജ്യത്തിലേക്ക് ഒരു പാപി വിശ്വാസപൂർവ്വം കടന്നു വരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇത് വായിച്ചപ്പോൾ തോന്നുമായിരുന്നു, നമുക്ക് വേണമെങ്കിൽ അതിനെ ഇങ്ങനെ പറയാം: ഏറ്റവും വലിയ ദുരന്തം മാനസാന്തരമില്ലാത്ത ഒരു പാപിയുടെ ജീവിതമാണ്. ഏറ്റവും വലിയ ദുരന്തം ആ ജീവിതം നഷ്ടപ്പെട്ടു പോവാൻ, അതാണ് ഏറ്റവും വലിയ ദുരന്തം. ക്രിസ്തുവിലേക്ക് വരുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതമെങ്കിൽ ഏറ്റവും വലിയ ദുരന്തം ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നതാണ്. ഏറ്റവും വലിയ ദുരന്തം ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നതാണ്. ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിക്കാൻ, അങ്ങനെ ജീവിതത്തിൽ വിശുദ്ധി എന്നും വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള വലിയ കൃപ വിശുദ്ധ ആത്മാക്കളെല്ലാം നമുക്ക് പ്രദാനം ചെയ്യും. അവരുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും കഠിനമായിട്ടുള്ള പരിശ്രമങ്ങളിലൂടെ തന്നെയാണ് ഇത്തരത്തിൽ ചായ്വുകളുള്ള, വീഴാൻ സാധ്യതകളുള്ള മേഖലകളിൽ വീഴാതെ പിടിച്ചു നിൽക്കാൻ അവർക്ക് ഇടയായത്. എന്തോ ഒരു പരിഹാര പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് വിശുദ്ധരൊക്കെ, എത്രയോ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട് അവരൊക്കെ. എന്തിനാ അവരങ്ങനെയൊക്കെ ചെയ്തത്? ഭക്ഷണം കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. പല വിശുദ്ധരും വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണമേ കഴിച്ചിട്ടുള്ളൂ. ഉരുളക്കിഴങ്ങ് മാത്രം, അല്ലെങ്കിൽ ഒരു റൊട്ടി മാത്രം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് മാത്രം, അല്ലെങ്കിൽ അല്പം വെള്ളം മാത്രം, അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട്, അങ്ങനെ ലഘു ഭക്ഷണം മാത്രം കഴിച്ച് എത്രയോ വർഷങ്ങൾ ജീവിച്ച വിശുദ്ധരുണ്ട്. വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് ജീവിതത്തെ മുഴുവൻ ഒരു കാരുണ്യമാക്കി മാറ്റി എത്രയോ വിശുദ്ധരായ സഹോദരങ്ങൾ. എങ്ങനെയാ അവർക്കതിനൊക്കെ സാധിച്ചത്? ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഒറ്റ ചിന്തയേ ഉള്ളൂ: എൻ്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം, വീഴാതെ ചേർന്ന് നിൽക്കണം, വീണു പോകല്ല്,
വീഴാതെ ചേർന്ന് നിൽക്കണം, വീഴാതെ പിടിച്ചു നിൽക്കാൻ എളുപ്പമല്ല കേട്ടോ, അല്പം പോലും എളുപ്പമല്ല. കുറ്റം പറയാനും നുണ പറയാനും വഞ്ചന കാണിക്കാനും ചതിക്കാനും മറ്റുള്ളവർക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞു വരുത്താനും ഇതൊക്കെ സാധാരണഗതിയിൽ ഈ മേഖലകളിലൊക്കെ വീഴ്ചകൾ സംഭവിക്കാം. വാക്കുകൊണ്ട് തന്നെ എന്തോരം പാപങ്ങൾ സംഭവിക്കാം. ചിന്തകളിൽ വരാറില്ലേ എന്തോരം വീഴ്ചകൾ, മനോഭാവങ്ങളിൽ തെറ്റുകൾ സംഭവിക്കാറില്ലേ? എൻ്റെ ശൈലി മാത്രമാണ് ശരിയെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എൻ്റെ മനോഭാവങ്ങൾ മുഴുവനും 100% ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. മനോഭാവങ്ങളിൽ, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ യുക്തിയിൽ, എൻ്റെ ഓർമ്മകളിലൊക്കെ പാപങ്ങളും വീഴ്ചകളൊക്കെ ഉണ്ട്. എവിടെയാണോ കുറവ് വന്നത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഒറ്റ സെക്കൻഡ് നേരം കൊണ്ട് ഈശോയെ സോറി കേട്ടോ, തെറ്റിപ്പോയിട്ടോ കർത്താവേ, തെറ്റിപ്പോയി, ഐ എം സോറി, ഐ എം റിയലി സോറി ഒന്ന് പറയാൻ പറ്റുമോ? കണ്ണ് നിറഞ്ഞിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ അവൻ നിന്നെ വാരിയെടുക്കും, അവൻ നിന്നെ കയ്യിൽ വാരിയെടുക്കും. തെരുതെരെ ഉമ്മ വെച്ചിട്ട് പറയും, കുഞ്ഞേ നീ എൻ്റെ സ്വന്തമാണ്, നീ എൻ്റെ സ്വന്തമാണ്. വീണ്ടും തരും കൃപകൾ നിറച്ച് നിറച്ച്. എന്ത് കൃപയാണോ നഷ്ടപ്പെട്ടത് ആ കൃപ വീണ്ടും അതിൻ്റെ പൂർണ്ണതയിൽ കർത്താവ് തരികയാണ്. പാപങ്ങൾ ഏറ്റുപറയാൻ, അനുതപിക്കാൻ, പശ്ചാത്തപിക്കാൻ, തിരിച്ചു വരാൻ നീ മനസ്സാകുന്നുവെങ്കിൽ നിന്നെ വീണ്ടും സ്വർഗത്തിൻ്റെ അവകാശിയാക്കി കർത്താവ് മാറ്റുകയാണ്. നിന്നെ വീണ്ടും സ്വർഗത്തിൻ്റെ മകനും മകളുമാക്കി ക്രിസ്തു രൂപാന്തരപ്പെടുത്തുകയാണ്. അതിനുള്ള കൃപ നമുക്ക് ചോദിക്കാം. ക്രിസ്തുവേ എന്നെ സഹായിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച്. നല്ല ഈശോയെ, വാക്കിലും പ്രവൃത്തിയിലും മനോഭാവങ്ങളിലും ഓർമ്മകളിലും പാപം ചെയ്യാതെ, പാപത്തിലേക്ക് വീണു പോകാതെ, വിശുദ്ധമായി, പരിശുദ്ധമായി, നിഷ്കളങ്കമായി മനസ്സും മനസാക്ഷിയും ശരീരവും ജീവിതം മുഴുവനും കാത്തു സൂക്ഷിക്കപ്പെടാൻ അങ്ങ് കൃപ നൽകിയാലും, അങ്ങ് ശക്തി പ്രദാനം ചെയ്താലും, പാപത്തിൽ വീണുപോയാൽ അടുത്ത നിമിഷം തന്നെ അനുതപിക്കാനും തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് തിരിച്ചു നടക്കാനും എന്നെ സഹായിക്കണേ ഈശോയെ. എൻ്റെ കൂടെ ഉണ്ടാകണേ ഈശോയെ. എന്നും ബലം തന്ന് എന്നെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.